ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്ത് നമുക്ക് പറയാനുള്ളത് ഡെറിവേറ്റീവ്സിന് തുടർച്ചയായിട്ടുള്ള ഭാഗമായിട്ടുള്ള ക്ലിയറിംഗ് ഹൗസ് എന്നൊരു ഭാഗത്തെ പറ്റിയിട്ടാണ്. എന്താണ് ക്ലിയറിംഗ് ഹൗസ് എന്ന് നോക്കാം. 2 മാർക്കിന് വരുന്നൊരു ക്വസ്റ്റ്യനാണ് ക്ലിയറിംഗ് ഹൗസ് എന്നുള്ളത്. ക്ലിയറിംഗ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ട്രേഡിംഗ് ഈസ് ഫെസിലിറ്റേറ്റഡ് ത്രൂ ക്ലിയറിംഗ് ഹൗസസ് അറ്റാച്ച്ഡ് വിത്ത് ഈച്ച് ഫ്യൂച്ചർ എക്സ്ചേഞ്ച്. അതായത് ഡെറിവേറ്റീവ്സിലൊരു പ്രധാനപ്പെട്ട ടൈപ്പാണ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞു. ഈ ഫ്യൂച്ചർ ട്രേഡിംഗ് എന്നുള്ളത് സാധ്യമാക്കുന്നത് ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടുള്ള ക്ലിയറിംഗ് ഹൗസുകൾ വഴിയാണ് ട്രേഡിംഗ് എന്നുള്ളത് യഥാർത്ഥത്തിൽ സാധ്യമാക്കുന്നത്. അപ്പോൾ ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ഇറ്റ് ഈസ് എ അസോസിയേഷൻ അല്ലെങ്കിൽ ക്ലിയറിംഗ് ഹൗസ് ഈസ് എ ഏജൻസി വേർ മ്യൂച്വൽ ഇൻഡപ്റ്റഡ്നെസ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ക്യാൻ ബി സെറ്റിൽഡ്. 2 പാർട്ടികൾ തമ്മിലുള്ള പരസ്പരമുള്ള കടബാധ്യതകൾ കൊടുത്തു തീർക്കുന്ന അല്ലെങ്കിൽ പരസ്പരമുള്ള ഫിനാൻഷ്യൽ ക്ലെയിമുകൾ കൊടുത്തു തീർക്കുന്ന ഒരു ഏജൻസിയാണ് ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്നത്. സോ എ ക്ലിയറിംഗ് ഹൗസ് ഈസ് എ സെപ്പറേറ്റ് ബോഡി ഓർ പാർട്ട് ഓഫ് ദ ഫ്യൂച്ചർ എക്സ്ചേഞ്ച്. ഒരു ഫ്യൂച്ചർ എക്സ്ചേഞ്ചിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ബോഡിയാണ് ക്ലിയറിംഗ് ഹൗസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ NSCCL നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത് ആക്ട്സ് ആസ് ദ ക്ലിയറിംഗ് ഹൗസ് ഓഫ് NSC. NSCയുടെ ഒരു ക്ലിയറിംഗ് ഹൗസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് NSCCL എന്ന് പറയുന്നത്. ദ ക്ലിയറിംഗ് ഹൗസ് ഹാസ് എ നമ്പർ ഓഫ് മെമ്പേഴ്സ് കാൾഡ് ക്ലിയറിംഗ് ബ്രോക്കേഴ്സ്. ക്ലിയറിംഗ് ഹൗസിന് ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അവരെയാണ് നമ്മൾ ബ്രോക്കർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ബ്രോക്കേഴ്സ് ഹു ആർ നോട്ട് മെമ്പേഴ്സ് ഓഫ് ദ ക്ലിയറിംഗ് ഹൗസ് ഹാവ് ടു ട്രാൻസാക്ട് ദെയർ ഫ്യൂച്ചേഴ്സ് ത്രൂ എ മെമ്പർ ഓഫ് ദ ക്ലിയറിംഗ് ഹൗസ്. അതായത് ക്ലിയറിംഗ് ഹൗസിൽ മെമ്പർമാരല്ലാത്ത ബ്രോക്കേഴ്സ് അവരുടെ ഹൗ ടു ട്രാൻസാക്ട് ദെയർ ഫ്യൂച്ചേഴ്സ്, അവരുടെ ഫ്യൂച്ചർ എന്നുള്ളത് ട്രാൻസാക്ട് ചെയ്യേണ്ടത് മെമ്പർ ഓഫ് ദ ക്ലിയറിംഗ് ഹൗസിലാണ്. ഒരു ക്ലിയറിംഗ് ഹൗസിൻ്റെ മെമ്പർക്കാണ് ട്രാൻസാക്ട് ചെയ്യേണ്ടത്. സോ ക്ലിയറിംഗ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ട്രേഡിംഗ് ഈസ് ഫെസിലിറ്റേറ്റഡ് ത്രൂ ക്ലിയറിംഗ് ഹൗസ് അറ്റാച്ച്ഡ് വിത്ത് ഈച്ച് ഫ്യൂച്ചർ എക്സ്ചേഞ്ച്. ഓരോ ഫ്യൂച്ചർ എക്സ്ചേഞ്ച് എന്നുള്ളത് അല്ലെങ്കിൽ ഫ്യൂച്ചർ ട്രേഡിംഗ് എന്നുള്ളത് സാധ്യമാക്കുന്നത് ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലിയറിംഗ് ഹൗസിൻ്റെ സാന്നിധ്യത്തോടു കൂടിയാണ്. സോ ക്ലിയറിംഗ് ഹൗസ് ഈസ് എ സെപ്പറേറ്റ് ബോഡി ഓർ പാർട്ട് ഓഫ് ദ ഫ്യൂച്ചർ എക്സ്ചേഞ്ച്. ഫ്യൂച്ചർ എക്സ്ചേഞ്ചിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ടാണ് ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്നത്. NSCCL ആക്ട്സ് ആസ് ദ ക്ലിയറിംഗ് ഹൗസ് ഓഫ് NSC. NSCയുടെ ക്ലിയറിംഗ് ഹൗസ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് NSCCL എന്ന് പറയുന്നത്. സോ ദ ക്ലിയറിംഗ് ഹൗസ് ഹാസ് എ നമ്പർ ഓഫ് മെമ്പേഴ്സ് കാൾഡ് ക്ലിയറിംഗ് ബ്രോക്കേഴ്സ്. ക്ലിയറിംഗ് ഹൗസിന് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പർ ഓഫ് മെമ്പേഴ്സിനെയാണ് നമ്മൾ ക്ലിയറിംഗ് ബ്രോക്കേഴ്സ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ബ്രോക്കേഴ്സ് ഹു ആർ നോട്ട് മെമ്പേഴ്സ് ഓഫ് ദ ക്ലിയറിംഗ് ഹൗസ് ഹാവ് ടു ട്രാൻസാക്ട് ദെയർ ഫ്യൂച്ചേഴ്സ് ത്രൂ എ മെമ്പർ ഓഫ് ദ ക്ലിയറിംഗ് ഹൗസ്. അപ്പോൾ മെമ്പർമാരല്ലാത്ത ബ്രോക്കർമാർക്ക് ക്ലിയറിംഗ് ഹൗസിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് അതുവഴി ട്രാൻസാക്ഷൻ എന്നുള്ളത് സാധ്യമാക്കാൻ പറ്റും. ബ്രോക്കേഴ്സ് ഹു ആർ നോട്ട് മെമ്പർ ഓഫ് ദ ക്ലിയറിംഗ് ഹൗസ് ഹാവ് ടു ട്രാൻസാക്ട് ദെയർ ഫ്യൂച്ചേഴ്സ് ത്രൂ എ മെമ്പർ ഓഫ് ദ ക്ലിയറിംഗ് ഹൗസ്. ക്ലിയറിംഗ് ഹൗസിലെ മെമ്പർ വഴി അവർക്ക് ട്രാൻസാക്ഷൻ നടപ്പിലാക്കാൻ കഴിയും. ഇനി അടുത്തതാണ് മാർജിൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മാർജിൻ സിസ്റ്റം എന്ന് നോക്കാം. Margins are the amounts required to be paid by dealers in respect of their futures position to ensure that both parties will perform their contract obligations. അതായത് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സാന്നിധ്യത്തിലുള്ള കോൺട്രാക്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എക്സ്ചേഞ്ചിൻ്റെ സാന്നിധ്യത്തിലുള്ള കോൺട്രാക്റ്റ് ആയതുകൊണ്ട് തന്നെ 2 പാർട്ടീസും അവരുടെ ഫ്യൂച്ചർ ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്യുമെന്നുള്ള ഒരു ഷുവർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു നിശ്ചിത എമൗണ്ട് ഫ്യൂച്ചർ പൊസിഷനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇതിനെയാണ് മാർജിൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. മാർജിൻ എമൗണ്ട് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് പെർഫോമൻസ് ബോണ്ട് എന്നും പറയും. ഇതിനെ തന്നെ നമുക്ക് പെർഫോമൻസ് ബോണ്ട് എന്നും പറയാം. അപ്പോൾ മാർജിൻസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ എമൗണ്ട്സ് റിക്വയർഡ് ടു ബി പെയ്ഡ് ബൈ ഡീലേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ദെയർ ഫ്യൂച്ചർ പൊസിഷൻസ്. ഫ്യൂച്ചർ പൊസിഷൻസിൻ്റെ ഭാഗമായിട്ട് ഡീലേഴ്സ് നടപ്പിലാക്കുന്ന ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് മണിയാണ് നമ്മൾ മാർജിൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇതിനെ നമ്മൾ പെർഫോമൻസ് ബോണ്ട് എന്നും പറയും. ഇറ്റ് ഈസ് നോട്ട് എ പ്രീമിയം. ഇതെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു പ്രീമിയം അല്ല, മറിച്ച് കോൺട്രാക്റ്റ് നടപ്പിലാക്കുമെന്നുള്ള ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് മണിയാണ് മാർജിൻ എന്ന് പറയുന്നത്. ദ മാർജിൻ മണി നോർമലി റേഞ്ചസ് ബിറ്റ്വീൻ 5% ആൻഡ് 10% ഓഫ് ദ ഫേസ് വാല്യൂ ഓഫ് ദ കോൺട്രാക്ട്. കോൺട്രാക്റ്റിൻ്റെ ഫേസ് വാല്യൂവിൻ്റെ 5 മുതൽ 10% വരെ ആയിരിക്കും മാർജിൻ മണി എന്ന് പറയുന്നത്. സോ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് മാർജിൻ ഈസ് ടു സേഫ് ഗാർഡ് ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ ഫ്യൂച്ചർ മാർക്കറ്റ്. ഫ്യൂച്ചർ മാർക്കറ്റിൻ്റെ ഇൻറ്റഗ്രിറ്റി സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളതും ടു എൻഷുർ ദ പെർഫോമൻസ് ഓഫ് ദ ഫ്യൂച്ചർ മാർക്കറ്റ്. ഫ്യൂച്ചർ മാർക്കറ്റ് നടപ്പിലാക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണ് മാർജിൻ സിസ്റ്റത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ 2 പാർട്ടീസും അവരുടെ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് നടപ്പിലാക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടി അവരെ കൊടുക്കുന്ന ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് മണിയാണ് നമ്മൾ മാർജിൻ മണി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ദ മാർജിൻ എമൗണ്ട്സ് ആർ റിക്വയർഡ് ടു ബി പെയ്ഡ് ബൈ ഡീലേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ദെയർ ഫ്യൂച്ചർ പൊസിഷൻസ് ടു എൻഷുർ ദാറ്റ് ബോത്ത് പാർട്ടീസ് വിൽ പെർഫോം ദെയർ
കോൺട്രാക്റ്റ് ഒബ്ലിഗേഷൻസ്. രണ്ട് പാർട്ടീസും കോൺട്രാക്റ്റ് ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടി രണ്ട് പാർട്ടീസിൻ്റെ കയ്യിൽ നിന്നും ഒരു നിശ്ചിത എമൗണ്ട് മാർജിനായിട്ട് ബ്രോക്കേഴ്സ് വാങ്ങിക്കും. ഇതിനെയാണ് നമ്മൾ മാർജിൻ മണി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് പെർഫോമൻസ് ബോണ്ട്. ഇതിനെ പെർഫോമൻസ് ബോണ്ട് എന്നും പറയാറുണ്ട്. മാർജിൻ എന്നതുപോലെ തന്നെയാണ് ഇതിൻ്റെ പെർഫോമൻസ് ബോണ്ട് എന്ന മറ്റൊരു പേരും കൂടി ഇതിനുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് എ പ്രീമിയം. ഇതൊരു പ്രീമിയം അല്ല, മറിച്ച് കോൺട്രാക്റ്റ് നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി കൊടുക്കുന്ന ഒരു എമൗണ്ട് ഓഫ് മണിയാണിത്. ഇതൊരു അഡ്വാൻസ് എമൗണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് തിരിച്ചു കിട്ടില്ല ഒരിക്കലും. അതുകൊണ്ട് തന്നെ മാർജിൻ മണി നോർമലി റേഞ്ചസ് ബിറ്റ്വീൻ 5% ആൻഡ് 10% ഓഫ് ദ ഫേസ് വാല്യൂ ഓഫ് ദ കോൺട്രാക്ട്. കോൺട്രാക്റ്റിൻ്റെ 5 മുതൽ 10% വരെയുള്ള എമൗണ്ടാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ മാർജിൻ മണിയായിട്ട് പ്രൊവൈഡിങ് ചെയ്യുന്നത്. ഇനി അടുത്തതൊന്നാണ് മാർക്കിംഗ് ടു മാർക്കറ്റ്. എന്താണ് മാർക്കിംഗ് ടു മാർക്കറ്റ് എന്ന് നോക്കാം. എ ഫോർവേഡ് കോൺട്രാക്ട് സ്റ്റേറ്റ്സ് എ പ്രൈസ് ഫോർ ദ ഫ്യൂച്ചർ ട്രാൻസാക്ഷൻ. ഒരു ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ ട്രാൻസാക്ഷൻ്റെ ഒരു പ്രൈസ് എന്നുള്ളത് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇറ്റ് മീൻസ് ദ കോൺട്രാക്ട് പ്രൈസ് ഈസ് ഫിക്സഡ് ഓവർ ദ ലൈഫ് ഓഫ് ദ കോൺട്രാക്ട്. കോൺട്രാക്റ്റിൻ്റെ ത്രൂ ഔട്ട് ലൈഫിൽ കോൺട്രാക്ട് പ്രൈസ് എന്നുള്ളത് അതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇഫ് ഫർദർ മീൻസ് ദാറ്റ് ഓൺ ദ എക്സ്പയറി ഡേറ്റ് ദ കോൺട്രാക്ട് ഈസ് സെറ്റിൽഡ് ബൈ ഡെലിവറി ഓഫ് ദ അസറ്റ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ദ മണി. അതായത് അസറ്റ് ഡെലിവർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ പണം പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടോ എക്സ്പയറി ഡേറ്റിൽ കോൺട്രാക്റ്റ് അവസാനിക്കും എന്നുള്ളതാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ഇഫ് ഫർദർ മീൻസ് ദാറ്റ് ഓൺ ദ എക്സ്പയറി ഡേറ്റ് ദ കോൺട്രാക്ട് ഈസ് സെറ്റിൽഡ് ബൈ ഡെലിവറി ഓഫ് ദ അസറ്റ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ദ മണി. അസറ്റ് ഡെലിവർ ചെയ്തുകൊണ്ടോ പേയ്മെൻറ്റ് ഓഫ് മണി നടപ്പിലാക്കിക്കൊണ്ടോ കോൺട്രാക്റ്റ് എക്സ്പയറി ഡേറ്റിൽ അവസാനിക്കുമെന്നാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓൺ ദ അതർ ഹാൻഡ് ഇൻ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് പ്രാക്ടീസ് ഈസ് ഡിഫറെൻറ്റ്. പക്ഷേ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഈ പ്രാക്ടീസ് എന്നുള്ള വ്യത്യാസമുണ്ട്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺലി റെയർലി ദ കോൺട്രാക്ട് ഈസ് സെറ്റിൽഡ് ഓൺ ദ എക്സ്പിറേഷൻ ഡേറ്റ്. വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഈ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്നുള്ളത് സെറ്റിൽമെൻറ്റ് ഡേറ്റിൽ അവസാനിക്കുകയുള്ളൂ. ജനറലി ഇറ്റ് ഈസ് സെറ്റിൽഡ് ഓൺ ഡെയിലി ബേസിസ്. സാധാരണഗതിയിൽ ഈ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്നുള്ളത് അവസാനിക്കുന്നത് ഡെയിലി ബേസിസിലാണ്. ഇറ്റ് ഈസ് സെറ്റിൽഡ് ഓൺ ഡെയിലി സെറ്റിൽമെൻറ്റ് പ്രൈസ്. സാധാരണ ഇത് ഡെയിലി സെറ്റിൽമെൻറ്റ് പ്രൈസിലാണ് സെറ്റിൽ ചെയ്യാറ്. അതുകൊണ്ട് നമ്മളിതിനെ മാർക്കിംഗ് ടു മാർക്കറ്റ് എന്ന് പറയും. ദിസ് ഈസ് കാൾഡ് മാർക്കിംഗ് ടു മാർക്കറ്റ്. അതിനെയാണ് നമ്മൾ മാർക്കിംഗ് ടു മാർക്കറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കിംഗ് ടു മാർക്കറ്റ് എന്ന ടേം കൊണ്ട് ഉദ്ദേശം എന്താ വെച്ചാൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ സാധാരണഗതിയിൽ അവസാനിക്കപ്പെടുന്ന ഡെയിലി ബേസിസിലാണ്. ഒരു നിശ്ചിത എക്സ്പിറേഷൻ ഡേറ്റിനേക്കാളും അവസാനിക്കുന്നത് സാധാരണഗതിയിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ ഡെയിലി സെറ്റിൽമെൻറ്റ് പ്രൈസിൽ സെറ്റിൽമെൻറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ മാർക്കിംഗ് ടു മാർക്കറ്റ് എന്ന പേര് കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ ക്ലിയറിംഗ് ഹൗസ് എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ ഫംഗ്ഷൻസും കൂടി നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ക്ലിയറിംഗ് ഹൗസിൻ്റെ ഫംഗ്ഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് എ ക്വിക്ക് ആൻഡ് സിമ്പിൾ വേ ഫോർ ട്രേഡേഴ്സ് ടു സെറ്റിൽ ദെയർ കോൺട്രാക്ട്. ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോൺട്രാക്റ്റ് സെറ്റിൽ ചെയ്യുന്നതിനുള്ള എളുപ്പവും അതുപോലെ തന്നെ ക്വിക്കായിട്ടുള്ളൊരു വേയും കൂടിയാണ് ഈ ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത് പറയുന്നത് ഇറ്റ് സിംപ്ലിഫൈസ് ഡെലിവറീസ് എഗെയിൻസ്റ്റ് ഫ്യൂച്ചർ കോൺട്രാക്ട് ബൈ മാച്ചിങ് ഡെലിവറീസ് ബൈ ഷോർട്ട്സ് ടു ഓപ്പൺ. അതായത് ഫ്യൂച്ചർ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡെലിവറീസിനെ ഇത് സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. ക്ലിയറിംഗ് ഹൗസ് വഴി ഫ്യൂച്ചർ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഡെലിവറീസ് സിംപ്ലിഫൈ ചെയ്യുന്നു. ഇറ്റ് സിംപ്ലിഫൈസ് ദ ഡെലിവറീസ് എഗെയിൻസ്റ്റ് ഫ്യൂച്ചർ കോൺട്രാക്ട് ബൈ മാച്ചിങ് ഡെലിവറീസ് ബൈ ഷോർട്ട്സ് ടു ഓപ്പൺ. It provides uniform and continuous protection against default on contracts by guaranteeing performance of the parties to contract. കോൺട്രാക്റ്റിലെ രണ്ട് പാർട്ടീസിൻ്റെയും പെർഫോമൻസ് ഗ്യാരണ്ടി ചെയ്തത് കൊണ്ട് തന്നെ ഡീഫോൾട്ടിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് കോൺട്രാക്റ്റിൽ വീഴ്ച വരുത്തുന്ന ഒരു അവസരം എന്നുള്ളത് സാധാരണഗതിയിൽ ഉണ്ടാകുന്നില്ല. സോ ഇറ്റ് പ്രൊവൈഡ്സ് യൂണിഫോം ആൻഡ് കണ്ടിന്യൂസ് പ്രൊട്ടക്ഷൻ. യൂണിഫോം ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എഗെയിൻസ്റ്റ് ഡീഫോൾട്ട് ഓൺ കോൺട്രാക്ട്. കോൺട്രാക്റ്റിൽ ഉണ്ടാകുന്ന ഡീഫോൾട്ടുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് യൂണിഫോം ആൻഡ് കണ്ടിന്യൂസ് പ്രൊട്ടക്ഷൻ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബൈ ഗ്യാരണ്ടിങ് പെർഫോമൻസ് ഓഫ് ദ പാർട്ടീസ് ടു ദ കോൺട്രാക്ട്. കോൺട്രാക്റ്റിലെ പാർട്ടീസിൻ്റെ പെർഫോമൻസ് ഗ്യാരണ്ടി ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് പറയുന്നത്. നാലാമത് പറയുന്നത് ഇറ്റ് റെക്കോർഡ്സ് ആൻഡ് സെറ്റിൽസ് ദ ഡേ ടു ഡേ ട്രേഡിംഗ് റിസൾട്ട്സ്. ദൈനംദിനമായിട്ടുള്ള ട്രേഡിംഗ് റിസൾട്ടുകൾ ദൈനംദിനമായി ട്രേഡിംഗ് റിസൾട്ടുകൾ റെക്കോർഡ് ചെയ്യുകയും സെറ്റിൽമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതും ക്ലിയറിംഗ് ഹൗസിൻ്റെ ഒരു ഫംഗ്ഷനാണ്. സോ ക്ലിയറിംഗ് ഹൗസ് റെക്കോർഡ്സ് ആൻഡ് സെറ്റിൽസ് ദ ഡേ ടു ഡേ ട്രേഡിംഗ് റിസൾട്ട്സ്. ലാസ്റ്റ് വൺ പറയുന്നത് ഇറ്റ് ആക്ട് ആസ് എ ലീഗൽ കൗണ്ടർ പാർട്ടി. അതായത് രണ്ട് പാർട്ടിക്കും ഇടയിലുള്ള ഒരു നിയമാനുസൃതമായിട്ടുള്ള കൗണ്ടർ പാർട്ടി ആയിട്ടാണ് ക്ലിയറിംഗ് ഹൗസ് ആക്ട് ചെയ്യുന്നത്. സോ ക്ലിയറിംഗ് ഹൗസിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്?
ഇറ്റ് പ്രൊവൈഡ്സ് എ ക്വിക്ക് ആൻഡ് സിമ്പിൾ വേ ഫോർ ട്രേഡേഴ്സ് ടു സെറ്റിൽ ഡെയർ കോൺട്രാക്ട്. ട്രേഡേഴ്സിനെ സംബന്ധിച്ചും അവരുടെ കോൺട്രാക്റ്റ് സെറ്റിൽമെൻറ്റ് ചെയ്യുന്നതിനുള്ള ക്വിക്ക് ആൻഡ് സിമ്പിൾ വേ ആണ് ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്നത്. ഇറ്റ് സിംപ്ലിഫൈസ് ഡെലിവറീസ് എഗെയിൻസ്റ്റ് ഫ്യൂച്ചർ കോൺട്രാക്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡെലിവറീസിനെ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത് ഇറ്റ് പ്രൊവൈഡ്സ് യൂണിഫോം ആൻഡ് കണ്ടിന്യൂസ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഡീഫോൾട്ട് ഓൺ കോൺട്രാക്റ്റിൻ്റെ ഡീഫോൾട്ടിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള യൂണിഫോം ആൻഡ് കണ്ടിന്യൂസ് പ്രൊട്ടക്ഷൻ പ്രൊവൈഡിങ് ചെയ്യുന്നുണ്ട്. നാലാമത് പറയുന്നത് ഇറ്റ് റെക്കോർഡ്സ് ആൻഡ് സെറ്റിൽസ് ദ ഡേ ടു ഡേ ട്രേഡിംഗ് റിസൾട്ട്സ്. ഡേ ടു ഡേ ആയിട്ടുള്ള ട്രേഡിംഗ് റിസൾട്ടിനെ റെക്കോർഡ് ചെയ്യുകയും സെറ്റിൽമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അഞ്ചാമത്തത് ഇറ്റ് ആക്ട് ആസ് എ ലീഗൽ കൗണ്ടർ പാർട്ടി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ് ക്ലിയറിംഗ് ഹൗസ് എന്നും, മാർജിൻ മണി എന്ന് പറഞ്ഞാൽ എന്താണെന്നും, അതുപോലെ തന്നെ മാർക്കിംഗ് ടു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും, ക്ലിയറിംഗ് ഹൗസിൻ്റെ ഫങ്ഷൻസും. ഈ 3 കാര്യങ്ങൾ എല്ലാവരും ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ത്രൂ ഔട്ട് കാണാം. ഓക്കെ, താങ്ക് യു.